എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് അന്നംകുട്ടി ജോസ്. ഞാൻ റേഡിയോ മിർച്ചയിലെ ഒരു ആർജയാണ്. ദൈവത്തിന്റെ മാലാഖമാർ എന്നാണ് നമ്മൾ നഴ്സുമാർ വിളിക്കുക, അല്ലേ? ശരിക്കും ആ പ്രയോഗമൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതാനോ പ്രസംഗത്തിൽ പറയാനോ കൊള്ളാം. ശരിക്കും ഇവരാരാ? നമ്മുടെ ആരോഗ്യത്തിന്റെ കാവൽക്കാരല്ലേ? കുഞ്ഞുനാൾ തുടങ്ങി നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ നഴ്സുമാർ കടന്നുപോയാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, 1ാം ക്ലാസ്സിൽ വേളാങ്കണ്ണിക്ക് ടൂർ പോയി തിരിച്ചു വന്നപ്പോൾ ഫുഡ് പോയ്സൺ അടിച്ചു. ആദ്യത്തെ ഇഞ്ചക്ഷൻ എനിക്ക് കിട്ടിയത് ഞാൻ 1ൽ പഠിക്കുമ്പോഴാണ്. അന്ന് എൻ്റെ ഓർമ്മയിലുള്ളത്, അന്ന് ഇഞ്ചക്ഷൻ നടത്തുന്ന നേരത്ത് ആ നേഴ്സ് ചേച്ചി പറഞ്ഞു, മോനെ ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവുള്ളൂ, ഇത് കഴിയുമ്പോൾ മിഠായി തരാട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആശ്വസിപ്പിച്ച് ഇഞ്ചക്ഷൻ എടുത്തത് ഇന്നും ഓർക്കുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതുപോലെ രാത്രി ഭയങ്കര ഛർദ്ദിക്കലൊക്കെ ആയപ്പോൾ അപ്പൻ എന്നെയും കൊണ്ട് അങ്കമാലി KG ഹോസ്പിറ്റലിൽ പോയി. ഓടിച്ചെന്ന് എന്നെ അവിടെ ആക്കി അഡ്മിറ്റ് ചെയ്തു, ഗ്ലൂക്കോസ് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, അവന്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ വരാം, ആരെങ്കിലും നോക്കണേന്ന് പറഞ്ഞപ്പോൾ എന്റെ അടുത്തിരുന്ന് എന്റെ തലയിൽ തലോടിയതും അപ്പച്ചൻ ഇപ്പൊ വരുമെന്നൊക്കെ പറഞ്ഞു നേഴ്സേജിയാണ്. എന്റെ അങ്കിള് ക്യാൻസർ ഒന്ന് മരിക്കാൻ കിടക്കുന്ന നേരത്ത് എല്ലു മുറിയണ വേദനയാണ്. അപ്പൊ കാല് തിരുമ്മി കൊടുക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. എന്റെ ആന്റി ഒന്ന് മാറി നിൽക്കുന്ന സമയങ്ങളിൽ അവരുടേതായ തിരക്കിലേക്ക് പോകുമ്പോൾ കാല് തിരുമ്മി കൊടുത്തൊരു നേഴ്സ് ആന്റിയാണ്. ഇനി നമ്മൾ മരിക്കാൻ കിടക്കുമ്പോഴും നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഉണ്ടാവുന്നത് നമ്മുടെ മക്കളൊന്നും ആയിരിക്കണമെന്നില്ല കേട്ടോ. ഏതെങ്കിലും ഒരു നേഴ്സിന്റെ ചിരിക്കുന്ന മുഖവും കരങ്ങളൊക്കെ ആയിരിക്കും. ഇവർക്ക് വേതനം കൂട്ടിക്കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സ്ട്രൈക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ചിലർ പറയുന്ന ഒത്തുതീർപ്പായെന്ന്, ചിലർ പറയുന്നത് ഇനി 27-ാം തീയതി എന്തോ ചർച്ചയുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ജീവന്റെ കാവൽക്കാരായ ഇവരർഹിക്കുന്ന വേതനം കൊടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 4-5 ലക്ഷമൊക്കെ ലോൺ എടുത്ത് പഠിച്ചിട്ട് മാസം കിട്ടുന്നത് വെറും 10,000 12,000 ആണെങ്കിൽ മെസ് ഫീയും എല്ലാ ഫീസും കഴിഞ്ഞ് കയ്യിൽ കിട്ടണം എന്തായിരിക്കും? നമുക്കൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇപ്പം ഞാനൊരു ആർജിയാണ്, ആളുകളോട് സംസാരിക്കുന്നു, നമുക്ക് പരസ്യം കിട്ടുന്നുണ്ടോ, എങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് മാൻ ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ്, മെഷീൻസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ പ്രോഗ്രാമിംഗ്, ഇതൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇവർ ഡീൽ ചെയ്യുന്ന എന്താണെന്നറിയോ? നമ്മുടെ ജീവനാണ്, നമ്മുടെ ആരോഗ്യമാണ്. എല്ലാ നഴ്സിംഗ് സഹോദരിമാർക്കും സഹോദരന്മാർക്കും എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ അറിയിക്കുകയാണ്. ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്നെ കേൾക്കുന്ന അധികാരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, പവറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുള്ളൂ. നമ്മുടെ ജീവന്റെ കാവൽക്കാരാണ് ഇവർ. ഇവർക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം. അതുപോലെ എൻ്റെ എല്ലാ നഴ്സിംഗ് സഹോദരിമാർക്കും സഹോദരന്മാരോടും നന്ദി, എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ജീവന് കാവൽ നിൽക്കുന്നതിന്. നിങ്ങളുടെ ഈ ശ്രമം വിജയമാവട്ടെ. നിങ്ങളെ കൂടുതൽ ആളുകൾ ബഹുമാനത്തോടെ കാണട്ടെ. കൂടുതൽ നന്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സന്തോഷം.